ഇപ്പൊ എങ്ങനെയുണ്ട്? ഹായ്, കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. അത്രയ്ക്ക് ജോറാണോ? വൃത്തിയേട്ടവനെ, മനുഷ്യൻ ഒരുപാട് ഭ്രാന്ത് പിടിപ്പിച്ചാണ്ടല്ലോ. ബാക്കിയുള്ളവന്റെ നെഞ്ചോടെ പടപടാന്ന് ഇടിക്കുക. പിന്നെ എല്ലാവരുടെയും നെഞ്ച് ഗുടഗുടാന്നാണ് ഇടിക്കുന്നത്. എടാ തെണ്ടി, ഇതാണോ സ്വാമിയുടെ വേഷം? എന്താ ശരിയായില്ലേ? ഒരു വൈപ്പ് മീശ ഇവിടെ വെച്ചാലോ? പിന്നെ എന്താ വേണ്ടെന്ന് പറ. സ്വാമിയുടെ ഡ്രസ് ഇതിലും നന്നാക്കണമെങ്കിൽ കുറച്ചുകൂടെ മാലയും കളർഫുൾ ഡ്രസ്സും വാങ്ങിക്കേണ്ടി വരും. എടാ പോത്തെ, വേഷം കെട്ട് ഓവറായി ചിലപ്പോ വൈദ്യർക്ക് വല്ല സംശയം തോന്നും. കള്ളത്തുറങ്ങാനും പൊളിഞ്ഞുണ്ടല്ലോ, വൈദ്യര് നമ്മൾ അരച്ച് കലക്കി വാർപ്പിലിട്ട് വല്ല കഷായാക്കും. അതെന്ത് കഷായം? കരിങ്കുരങ്ങി കഷായൻ. വൈദ്യരാണെന്ന് തോന്നുന്നു. ആതിര കുഞ്ഞായിരുന്നോ? എന്തേ? സ്വാമി ഒന്ന് കാണാൻ വന്നതാ. സ്വാമി ആസനത്തിലാ. എന്താ? യോഗാസനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. അത് ഞാൻ സ്വാമിയോട് പറഞ്ഞോളാം. അതാണ് നല്ലത്. എന്നാലും സ്വാമി അങ്ങ് ആസനത്തിൽ നിന്നും എപ്പോ ഉണർന്നു? വെളിയിലാരോ കാത്തു നിൽക്കുന്നു മനസ്സിൽ തോന്നി. സ്വാമിയുടെ കള്ളദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. മനസ്സിലെ ആഗ്രഹത്തിന് മാർഗതടസ്സമായി ആരോ വരുന്നു അല്ലേ? അതെ, എന്റെ മുറച്ചെറുക്കനാ. പക്ഷേ അറിയാം, ബാലഗോപാലിനെ ആദരിക്ക് ഇഷ്ടമല്ല. മനസ്സിൽ വേറൊരാളെ കുടിയിരുത്തിയിരിക്കുന്നു. പേടിക്കണ്ട, മാർഗതടസ്സം നാം നീക്കിത്തരാം. വിവാഹത്തിന് സമ്മതമല്ലെന്ന് മുത്തച്ഛന്റെ നാവുകൊണ്ട് തന്നെ നാം പറയിപ്പിക്കാം. അതെ, ആ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പതപ്പിച്ച് പുതപ്പിച്ച് ഇവിടുന്ന് പാഴ്സൽ ചെയ്തോളാം. എന്താ പോരെ? അത് നടക്കോ സ്വാമി? നടത്തിത്തരാം. തൽക്കാലം മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞോളൂ, ബാക്കി കാര്യം നാം ഏറ്റു. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? കുട്ടി സമാധിയായിട്ട് പൊക്കോളൂ. സമാധാനായിട്ട് പൊക്കോളൂ. അനന്താ, സ്വാമി വിളിച്ചോ? പത്മനാഭനെ വിളിച്ചതാ. അനന്ത പത്മനാഭ, നീയും നിന്റെ ഒരു അനന്തനും വിടിലടി ഞാൻ. അതൊക്കെ വേഗം അങ്ങോട്ട് കേട്ടാ, അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. അവിടെ ആരാ? എന്താ പറഞ്ഞേ? മനസ്സിൽക്കൂ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബാലഗോപാലൻ. എന്റെ കുട്ടിയെ, എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. നീ അങ്ങ് കറുത്തു പോയല്ലോടാ. അയ്യേ, ഞാൻ കറുത്തതല്ല ദീദിമ, ഇത് ഞാൻ കറുപ്പിച്ചതാ. ഇതാണ് ഒളിമ്പിക് സ്റ്റൈൽ. ജസ്റ്റ് ഫോർ കാലൂസ്. മുത്തച്ഛൻ എവിടെ? മുത്തച്ഛനോ? ആ, നിന്നെ കൊണ്ടുവരാനായിട്ട് കാലത്ത് കാറുമായിട്ട് പോയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ബാലേട്ടിനെ കണ്ടിട്ട് വൈദ്യരമാമ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നേരാ. എയർപോർട്ടിൽ വന്നിറങ്ങി ഉടനെ ഞാനൊരു ടാക്സി വിളിച്ചിങ്ങ് പോന്നു. നിങ്ങളെല്ലാം കാണാനുള്ള അതെ. ഓ മൈ ഗോഡ്, മൈ ഡിയർ മർമാണി മാമ. മർമാണി മാമന് ഒരു വ്യത്യാസമില്ല. അതെ, പാനുവതിയും കൂടെ കൂട്ടി വരായിരുന്നില്ലേ നിനക്ക്? അച്ഛൻ ഒറ്റയ്ക്കാക്കിട്ട് അമ്മ പോരോ? അച്ഛനാണെങ്കിൽ നിന്ന് തിരിയാൻ പറ്റണ്ടേ? എന്തു പറ്റി? നടുവിന് വല്ല ഉളുക്കും വീണുവോ? ഉളുക്കല്ല, തിരക്കൊണ്ട. ഓ, തിരക്കുണ്ട്. ആതിരെവിടെ? അവൾ അകത്തുണ്ട്. എന്നിട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലല്ലോ. ബസ്മതി, ആതിരെ ഒന്ന് വിളിക്കൂ. താലോ നിലവിളക്കോ വല്ലതും എടുക്കണോ? അതിനൊക്കെ ഉള്ള സമയം വരുന്നില്ലേ ഉള്ളൂ. തൽക്കാലം ആതിര മാത്രം മതി. ആ, വിളിക്കൂ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. താങ്ക് യു. അതൊക്കെ ആയിക്കോട്ടെ. ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ സ്വാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും. ഓ, ആ, വന്ന കാലം നിക്കാണ്ട് കുട്ടി ഇങ്ങടെ അകത്തേക്ക് വരൂ. ആതിര വരട്ടെ. ആ പെട്ടിയും പ്രമാണൊക്കെ എടുത്ത് തെക്കിനിയിലേക്ക് വെക്കാ. ഓക്കേ. ലഗേജ് എല്ലാം എടുത്ത് യാണി മാമനെ അല്ല മർമാണി മാമനെ ഏൽപ്പിച്ചേക്കൂ. ഏതാ ഈ വെള്ളപൂശിയ കുഴിമാടം? കുഴിമാടമല്ല, കൃഷ്ണൻകുട്ടി. എന്താ കുറുന്തോട്ടിയോ? കുറുന്തോട്ടിയല്ല, കൃഷ്ണൻകുട്ടി. ഗൾഫിൽ എല്ലാവരും എന്നെ ചകൻ ഛാ എന്ന് വിളിക്കും. ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡി ഗാർഡ്. ഓ, ഗൾഫിൽ നിന്ന് രസായനം മാറ്റാൻ കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിനെ ആവും അല്ലേ? അയ്യേ, നീ എന്താ ഇങ്ങനെ വായ വിളിച്ചു നിക്കണേ? ഇതാരിത്? ശ്രീദേവിയോ, മാധുരി ദീക്ഷിത്തോ, സുസ്മിത സെന്നോ, അല്ല നഗ്മയോ? നഗ്നയോ? പാട്ട് കുപ്പായ അണിഞ്ഞ അവള് നിക്കണേ. ഇതെന്റെ ആതിര തന്നെയാണോ? എന്താ, കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇവനേതാ? പ്രേമദാസൻ.
ഇവിടത്തെ പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു. ഇപ്പൊ പരികർമ്മിയാണ് ജയദേവാനന്ദ സ്വാമികളുടെ. സ്വാമികളോ എവിടെ? നാം ഇവിടെയുണ്ട് മോനെ. ഇത് സാമിയോ? അതെ, ശ്രീ പരമാനന്ദ സിദ്ധന്റെ ശിഷ്യൻ. ദമേഹടവർത്തിൽ നിന്നും മുത്തച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമിമാരെ കുറെ ഞാനും കണ്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ താടി മുടി വളർത്തിണ്ടാവും, അല്ലെങ്കിൽ മൊട്ടത്തലും ക്ലിൻഷവായിരിക്കും. ഇതൊരുമാതിരി മീശ മാത്രം വെച്ച് സിനിമ ഹീറോയെ പോലെ ഒരു സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണാ. ദോഷം കിട്ടണൊന്നും പറയണ്ട, മനസ്സിലൊന്നും ഓർത്താ മതി. മാനത്ത് കാണുന്ന ആളാ. ക്ഷമിക്കണ സ്വാമിയേ. വസു, ഞാൻ എത്തി. പുന്നാരും ഒന്നും വേണ്ട. ആരാ അകത്തേക്ക് വരാൻ പറഞ്ഞേ? പകർച്ച വാങ്ങാൻ. അടുക്കളപ്പുറത്ത് നിന്നാ മതി ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത്രയും ക്രൂരത കാണിക്കരുത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ ഒന്ന് കാണാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു വേഷവും കെട്ടണ്ട. എന്താ ഇവിടെ? തന്നോട് ആരാ പറഞ്ഞ ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്കാ അസുഖം? അയ്യോ, പകർച്ച വ്യാധിയല്ല, ഊണ്, സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി, ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില ഉദാസ, ഇവിടെ വാടാ. പ്രേമദാസ, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചതിന് ഉത്തരം പറയോ? എന്താ കാര്യം? സത്യം പറ, ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞു തന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞു നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചുതരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. ഇല്ല, അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാണ്. ഈ തറവാട്ടിലെ A to Z കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്. വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുഭദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ? ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട പരലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ. 48 മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകളെ കെട്ടുപൊട്ടിച്ചിവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലഗോലാവൻ എന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ കാര്യം ഓപ്പറേഷൻ നടത്താൻ പോണേ. ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ? ദാ ചോറ്. ഇതാ, ഇത് രണ്ടിന്റെ അവസാനത്തെ അത്താഴമാണെന്ന്. അതാണോ ഉദ്ദേശിച്ചത്? താൻ സിറ്റി ബ്രാഞ്ചിലെ സെയിൽസ്മാൻ അല്ലേ? അതെ. തനിക്ക് ഈ ആശ്രമത്തിൽ എന്താ പണി? ഹോമം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യര് പറഞ്ഞിട്ട് വന്നതാ. ഹോമോ? ഞാനൊരു സത്യം പറയാം. മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, സുഭദ്രാമച്ചിയുടെ ദേഹത്ത് കൂടും. അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം തുടങ്ങാൻ പോവുക. ബി കെയർഫുൾ. എന്നിട്ട് സാധനങ്ങളൊക്കെ സ്വാമിനെ ഏൽപ്പിച്ചു. എന്നാ പോ. ചക്ക വെട്ടിയിട്ടതുപോലെ മഞ്ഞത്ത് കിടക്കണതാ കണ്ടത്. ഉണ്ണീഷന്റെ ആത്മാവിനെ കണ്ടുത്രേ. കണ്ടാ പേടിച്ചു പോകും. ഒന്നേ നോക്കിയുള്ളൂ, ആരാ എന്ന് ചോദിച്ചതും അപ്രത്യക്ഷമായി. ഇയാൾക്ക് വെറുതെ തോന്നിയതാവും. മദ്യം ശരിക്കും ധരിച്ചിരുന്നല്ലോ. മദ്യോ? ഞാനോ? ശിവ ശിവ. വേണ്ട, അസത്യം ഒന്നും പറയണ്ട. മുറ്റത്തുനിന്ന് എടുത്തോണ്ട് വന്നപ്പോ നല്ല ഗന്ധമുണ്ടായിരുന്നു. ചെലപ്പോ എനിക്ക് തോന്നിയതാവും പ്രേതാണെന്ന്. വെറും തോന്നലല്ല, മാമ്പിള്ളി കണ്ടത് സത്യ. സ്വാമി, ഹോമത്തിന്റെ ബലം കണ്ടു തുടങ്ങിയിരിക്കുന്നു അല്ലേ പരികർമ്മി? സ്വാമി, ഹോമം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് മതിലിന്റെ മുകളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കി 13 ഹോമം കൂടി കഴിയുമ്പോ ആത്മാവ് ഈ ഡിസ്ട്രിക്ട് തന്നെ വിട്ടുപൊക്കോളും. 13? മൊത്തം 14 ഹോമം എന്നല്ലേ സ്വാമി പറഞ്ഞത്? അതെ. അതിനു മുമ്പ് നാം അന്വേഷിച്ചത് കണ്ടെത്തിയാലോ പരികർമ്മി? എന്താ സ്വാമി അന്വേഷിക്കുന്നത്? അത് മോക്ഷം തേടിയുള്ള യാത്രയാണല്ലോ. അതെ അതെ. അരുത്, എന്റെ ഉണ്ണീഷന്റെ ആത്മാവ് അലഞ്ഞു നടക്കാനിടയാവരുത്. ഹോമം പൂർത്തിയാക്കി ശാന്തി നൽകാതെ സ്വാമി ഇവിടെ വിട്ടു പോകരുത്. അതെ, കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നാലേ എന്റെ കാര്യം അല്ല മോന്റെ കാര്യം. എന്താ? ഞാൻ ആതിരയും കൂട്ടി സിറ്റി വരെ ഒന്ന് പോവാ. നീ മുത്തശ്ശിയോട് പറഞ്ഞോ? കീഴ്ക്കോടതി നിന്നുള്ള അനുവാദം നേരത്തെ വാങ്ങിച്ചു. ശരി. ആതിരേ വരൂ. ഒന്ന് മാറി നിൽക്കും മരമണി മാമ. അധികം വയ്യാതെ ഇങ്ങ് എത്തണം. വണ്ടി എവിടാ? പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്കാ. നീ ഏതാ വണ്ടിയോ? രണ്ടും. കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അനുവദിച്ചല്ലേ, പോയി വരട്ടെ. ആതിരേ വരൂ. ടൈം ഈസ് വെരി വേസ്റ്റ്. എന്താണ് ഈ യാത്രോദ്ദേശം? വലിയ ജ്ഞാനദൃഷ്ടിയുള്ള ആളല്ലേ, കണ്ടുപിടിക്കൂ. ബാല, ക്ഷമിക്കണം, വിവരമില്ലായ്മ ഉണ്ടാ. മനസ്സിലായി. എന്തായാലും നാം ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പേരമകൻ അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചാടാൻ അനുവദിച്ചുകൂടല്ലോ. മാർഗമധ്യേ നാം ഒരു അപകടം കാണുന്നു. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, എനിക്ക് ആരും വിശ്വാസമില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള ആസാമിമാരെ ഒട്ടും വിശ്വാസമില്ല. ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ കുഞ്ഞെ. ഞാൻ പോവും. ആതിര കേറ്. അധിക പ്രസംഗം വേണ്ട. അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടുള്ള പ്രവചനമാ. ഈ പ്രവചനം ഞാൻ പൊളിച്ചടക്കി കൈ തരും. ആതിര കേറാൻ.
വേണ്ട ബാലേട്ടാ, എനിക്ക് പേടിയാ. നിന്റെ ബാലേട്ടനല്ലേ പറയണ ആതിരേ? ഇല്ല, ഞാൻ വരില്ല. ഓഹോ, എങ്കിൽ ഞാൻ പോവും. ഞാൻ പോവാതിരിക്കുന്ന പ്രശ്നമില്ല. കുസൂർ, എന്താ കേറാ. ഈ പ്രവചനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കുസൂർ ഒറ്റയ്ക്കത് പൊളിക്കണമെന്നാണ് എന്റെ വാശി. അങ്ങനെ നീ വാശി പിടിക്കല്ലേ? കേറാ. കുസൂർ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞു കേറാൻ? സ്വാമി, സ്വാമി, ഈ പൈതങ്ങൾ ഡോൺ വറി, എല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിക്കുന്നു. ഗുരുവേ നമഃ. ആസാമിയുടെ ഒരു പ്രവചനേ. വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു ചെറിയ തട്ട് തട്ടിയാ മതി. ആള് ഡെഡ് ബോഡി ആകരുതേ. ഡെഡ് ബോഡി ആവോ ലൈഫ് ബോഡി ആവോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഭഗവതി, എന്താ ഇത്? ഈശ്വരാ. ബാല, എന്റെ ബാല, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും. അങ്ങനെ എളുപ്പമൊന്നും ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴൊരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസിൽ വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ. അനുഭവിക്കുക. അല്ലാതെന്താ? ദേ, സ്വാമി വരുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ചാ പോരായിരുന്നു. ഇനിയെങ്കിലും സിദ്ധി വളരെ വിശ്വസിക്കാം. ഇടി കൊണ്ടത് ഡൈവ് ചെയ്ത് ഞാനൊരു പോസ്റ്റിംഗ് കയറി തൂങ്ങി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നീ വാ. അയ്യോ, ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ കൂവേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വരൂ. വേണ്ട, പിടിക്കണ്ട. ഞാൻ തനിയെ വന്നോളാം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതമല്ലേ. സംഭവാമി യുഗേ യുഗേ. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കൂടെ വരും. ഇതങ്ങനെ വന്നല്ല കേട്ടോ. അറിഞ്ഞോണ്ട് ആരോ ഒരിക്കൽ കെണിയാ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ? ആ, അമ്മച്ചിയാണ് നേര്. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ബൈക്കെന്തിയേ? അതൊക്കെ വർഷാപ്പിൽ പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. റാണി മാമ, അതിനെ വരൂ, ആവി പിടിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ടൊന്നും വീണ സൈസല്ല അവൻ. അവൻ അട്ടയാ, പോത്തട്ട. ആരെയൊക്കെയോ അവന് സംശയമുണ്ട്. അവന്റെ ആ നോട്ടം ശ്രദ്ധിച്ചോ? എന്നെ നോക്കിയോ? മാമ്പള്ളി തന്നെയായിരുന്നു അവന്റെ നോട്ടം മുഴുവൻ. മാമ്പള്ളിയുടെ സമയം തീരെ ശരിയല്ലെന്നാ സ്വാമി പറഞ്ഞത്. നാം അത് പറഞ്ഞു. എന്റെ പറശ്ശിനി കടവ് മുത്തപ്പ. ഹലോ, ഞാൻ ആതിരയാണ്. പിന്നെ പിറന്നാളിന് വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാഞ്ഞത്? ഓ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇന്ന് തന്നെയോ? ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരണ്ടേ? അതല്ല, രാത്രി ഏറെ വൈകില്ലേ? നല്ല കക്ഷിയാ. ഒറ്റയ്ക്ക് ഇത്രയും ദൂരം. അത് ശരി. അനന്തനുമായിട്ട് ഫോണിൽ കൂടെ ഡോൾബി അടിക്കാണല്ലേ? ശരിയാക്കി തരാം. കാര്യങ്ങൾ പറയാനുണ്ട്. വന്നാലും ഉടനെ ഒന്നും ഞാൻ വിടില്ല. ആ പിന്നെ ബാലേട്ടനെ ബോംബെക്ക് കെട്ടിയിട്ടിക്കാമെന്ന് സ്വാമി ഏറ്റിട്ടുണ്ട്. അത് ശരി. അപ്പൊ വസുമതിയുടെ അടുത്ത് മാത്രമല്ല ഇവന്റെ ലവ് സ്റ്റോറി അല്ലേ? ശരിയാക്കി തരാം. ഒളിച്ചും പാത്തും വന്നിട്ടായി വിളിക്കണേ. എസ്റ്റേറ്റ് വിളിക്കരുതെന്ന മുത്തച്ഛന്റെ കൽപ്പന. ഈശ്വര, രാത്രിയിലോ? ശരി, പറഞ്ഞ പോലെ. ഓക്കെ. കൊത്ത് കൊത്ത്, കൊളുത്തിന്റെ കഴുത്തീ കേറി കൊത്ത്. കൊത്തിയാ? ആവോ ആവോ ആവോ. അയ്യോ, ഏതോ ഒരു മീന്റെ ജെട്ടി ഉരി പോകുന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺസെൻസ് നൈക്കഡ് ഫിഷേഴ്സ്. ജെട്ടി ഇട്ട് നടക്കൂ. എന്നാ എര കിട്ടിയോ? കിട്ടി, നല്ലൊരു ഇരയെ കിട്ടി. പക്ഷെ കൊളുത്തെ കുത്തി കുളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലയെ കുത്തി തന്നെ തൊള്ളയിലിടാനോ നേരെ കൊണ്ടുവരാൻ പറഞ്ഞ? ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ. ഇന്ന് രാത്രി നമുക്ക് ആ ഇരയെ പിടിക്കാം. രാത്രി എര പിടിക്കാൻ ഞാനെന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെന്ന് നമ്മൾ ആ ഇരയെ പിടിക്കും. ഏതെരയുടെ കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരയെ കാണാൻ അവനെത്തും. ആതിരയെ കാണാനോ? ആ. എന്താ നീ പറയണേ? സത്യം.
ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുദാസിന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി സത്യമാണോ നീ പറയണത്? അനന്തനുമായി ആതിര ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നുള്ളത് സത്യമാണോ? അത് സത്യമാണ്. എങ്കിൽ ഇതും സത്യമാണ്. ഇന്ന് രാത്രി കാത്തിരിക്കണമെന്നും മുത്തശ്ശനും മുത്തശ്ശിയും അറിയാതെ കടന്നു വരണമെന്നും അവള് പറയുന്നത് എന്റെ ഈ 2 ചെവിയും കൊണ്ട് ഞാൻ കേട്ടതാണ്. എന്റെ കൈയും കാലും വിറക്കണ്ടേ? എന്തിനാ പേടിക്കണേ? ഞാനില്ലേ ഇവിടെ. ഒരു 10-15 പേരെ നേരിടാൻ എന്റെ ഈ ബോഡി ധാരാളം മതി. പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന ആ ദിവസം എത്തിയില്ലെന്ന് ഓർത്തിട്ടാ. അത്രേ ഉള്ളോ? അനന്തനെ അല്ല, അവന്റെ അപ്പൂപ്പനെ ഈ പ്രേമദാസൻ പിടിക്കും. അപ്പൂപ്പനെ കിട്ടിയിട്ട് എന്ത് കാര്യം? ഏതായാലും ആതിരയെ കാണാനാണല്ലോ അവൻ വരുന്നത്. നമുക്ക് ആതിരയുടെ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരുന്നാലോ? ഐഡിയ കൊള്ളാം. വെരി ഗുഡ്, താങ്ക് യു. എന്നിട്ട് വേണം കംസവൈദ്യം വന്ന് നമ്മുടെ രണ്ടുപേരും കഴുത്തുമ്മ പിടിച്ച് ഞെക്കിക്കൊന്ന് പുറത്തേക്കറിയാൻ. അതെ, കൂടുതൽ ബ്രെയിൻ പറക്കില്ല കേട്ടോ. രഹസ്യ സമാഗമമായതുകൊണ്ട് അവൻ നേർവഴിക്ക് വരാൻ സാധ്യതയില്ല. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, ആശ്രമത്തിന്റെ ഈ സൈഡ് ഞാൻ നോക്കിക്കോളാം. തെക്കേ സൈഡ് നിന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ? അപ്പൊ അവൻ പടിഞ്ഞാറസ് കൂടി വന്നാലോ? അവൻ നേർവഴിക്ക് വരില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? കിഴക്കസ് കൂടി വന്നാൽ? എങ്കിൽ വളരെ സൗകര്യമായി. അവൻ നേരെ കിണറിനകത്ത് വീണോളും. അവിടെ കിണറാണല്ലോ. കഷ്ടം. എന്ത് കഷ്ടം? അവൻ കിണറിനകത്ത് വീണോട്ടെ, അപ്പൊ പിന്നെ പിടിക്കാൻ എളുപ്പമല്ലോ. ഒന്നും മിണ്ടാണ്ടിരിക്കട്ടെ പ്രേമദാസൻ. പണ്ടാറക്കാല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സ്വാമി? ഹരിഹോം ഹരിഹോം. ഓക്കെ. അവൻ നിന്റെ സൈഡിൽ കൂടിയാണ് വരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അറിയും? ഞാനൊരു സിഗ്നൽ തരും. എങ്ങനെ? ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? വെരി റോങ്. നീ അവന്റെ പിന്നാലെ തെക്കോട്ട് പോയിക്കോ, ഞാൻ വടക്ക് വശത്ത് വരാം. ഇതിലേത് പട്ടിയാണോ പ്രേമദാസൻ പട്ടി? ഒരു നിലവിളി കേട്ടത്? അയ്യോ, ഇതാരായി കിടക്കണേ? എന്താ എന്റെ പറശ്ശിനി കിടവ് മുത്തപ്പ, ഈ വീട് മുഴുവൻ പ്രേതങ്ങളായോ? മമ്പള്ളി, ഇതാരാണെന്ന് നോക്കുക. ഞാനോ? മറ്റുള്ള തന്നെ നോക്കുക. ഞാനാണ് പറയുന്നത്. സമയം ലേശം മോശം. ഒന്ന് നോക്കുന്നേ. എന്റെ ഭഗവതി, ഇത് പ്രേമദാസനാണല്ലോ. ഇവൻ അങ്ങനെ ഇവിടെ വന്നു? ഭഗവാന്റെ മറിമായം. ഈശ്വര, എന്തൊക്കെ അനർത്ഥങ്ങളായി വീട്ടിൽ നടക്കുന്നത്. അതെ അതെ. മമ്പള്ളി, സ്വാമി ഒന്ന് വിളിച്ചോണ്ട് വരിക. സുഭദ്രാമേ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വരിക. തൂളി കിടക്കണ പാമ്പിനെ ബെഡിൽ ഇട്ടെന്ന് പറഞ്ഞ പോലെ. കൃഷ്ണൻകുട്ടി, ഇവൻ ചത്താവോ ഈശ്വര? നീ എങ്ങനെ ഇതിനകത്ത് വന്നു? ആരാ വാതിൽ തുറന്നു തന്നത്? അറിയില്ല. എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഒരു പിടിയില്ല.
ഉറക്കത്തിൽ ആരോ തട്ടി വിളിക്കണ പോലെ തോന്നി. ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോ തൊപ്പിയും കോട്ടും അണിഞ്ഞ ഒരു രൂപം, ചുണ്ടത്തെ പാതി വലിച്ചു തീർത്ത ഒരു ഫിൽറ്റർ സിഗരറ്റിന്റെ കുറ്റി. പിന്നെ ഓർമ്മ വന്നപ്പോ എനിക്കൊരു ഓർമ്മയില്ല. മോനെ ഉണ്ണികൃഷ്ണ! അയ്യോ. അയ്യോ. അങ്ങ് ഭയപ്പെടരുത്. ഹോമത്തിന്റെ ശക്തി കൊണ്ട് പ്രേതാത്മാവ് അല്പം വയലന്റ് ആയി തുടങ്ങിയോ എന്ന് സംശയമുണ്ട്. ഏതായാലും ഒരു പൂയില്യം ഈ തറവാട്ട് മണ്ണിൽ നിൽക്കുന്നത് നന്നായി. പോയില്ലയോ? എന്താ ഈശ്വര, പതുക്കെ പതുക്കെ. ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലുമാലുണ്ടെന്നുള്ളത് ഉറപ്പാ. അകത്തളവും പുറത്തളവും നിലവറയും കലവറയൊക്കെ ആയിട്ട് നീണ്ടു നിവർന്ന് കിടക്കയില്ലേ. 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ഈ അലന്ന പ്രേതങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എത്ര ഹോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി എന്നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞി തിരിഞ്ഞ് തെണ്ടി കുത്തുവാള എടുത്ത് തേരാ പാരാ നടക്കും. ഇങ്ങനെ കടിപ്പിച്ച് പ്രാവില്ലടാ. നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ പിന്നെ? ഓടിക്കോ, ചങ്ങല മാറ്. അയ്യോ, ഇവിടെ അത് പ്രേതമല്ല, പറയണ വന്ന. ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ. അയ്യോ, ഞാൻ പ്രേതം പറഞ്ഞു എന്നെ കൊന്നേ. അയ്യോ, ഇവനാടാ കോലം കൊണ്ടോടാൻ. കണ്ടോടാ നിന്റെ അച്ഛൻ. ഇവിടെ ചവിട്ടോട്ടില്ലേ? സ്വാമി കണ്ണു തുറക്കുന്നില്ലല്ലോ. മനപ്പാടം പഠിച്ചതൊക്കെ ഓർക്കയായിരിക്കുവേ. മനപ്പാടം പഠിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് പരമാനന്ദ ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്നും പകർന്നു കിട്ടിയ സിദ്ധിപാഠങ്ങളൊക്കെ മനനം ചെയ്ത് ആത്മതപോവന സീമന്ത രേഖയിൽ ഉത്ഭുത ബിന്ദുവായി അലിഞ്ഞു ചേരുന്ന ഒരു സ്വാമി. പൗർണമാസ്യാം പരിണയോ മുക്തിചൂടാംശം മധ്യമാം. പൗർണമി മധ്യമമായതുകൊണ്ട് പരിണയത്തിന് ദോഷമൊന്നുമില്ലാലോ. മേടം, ഇടവം, ചിങ്ങം, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം എന്നീ സർവപാദങ്ങളും വർജ്യം. മറ്റൊരു മുഹൂർത്തം അവിടുന്ന് തന്നെ നിശ്ചയിക്കണം. പുരുഷ ജാതകത്തിന്റെ ജന്മാഷ്ടമ രാശി ദോഷമാണല്ലോ കാണിക്കുന്നത്. ആർക്കാണാവോ ദോഷം? തറവാടിനും ബന്ധുമിത്രാദികൾ സർവർക്കും, പ്രത്യേകിച്ച് മുത്തശ്ശന്. പരിഹാര കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സ്വാമി? പരികർമ്മി, സ്വാമി തീർത്ഥജലം തരൂ. ഹരിഹോം ശിവ. അമ്മേ. ഹരിഹോം ശിവ. ഓം മമ്മദസ്സ മമ്മദസ്സ നന്നേയുണ്ടാങ്കൂര മമ്മദസ്സ എവിടേക്കുന്നാലേ പോ മമ്മദസ്സ മമ്മദസ്സ. ഇതെന്ത് ഭാഷയാ? സംസ്കൃതമല്ല. ഇതൊരു അപൂർവ ഭാഷയാണ്. ഗുരുകർമ്മ കൃർമിണി എന്ന് പറയും. ഇതിന് വാച്യമൊഴിയേ ഉള്ളൂ. മനസ്സ് സിദ്ധ ഗുരുവിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഈ ഭാഷയിലാണ് സംസാരിക്കാറ്. കുറച്ചൊക്കെ എന്നെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓ, അതെ. ഗുരുദേവ് നമ. നമോ നമ. ഈ ജാതകമുള്ള പുരുഷനെ എത്രയും വേഗം ഈ തറവാടിൽ നിന്ന് അടിച്ചോടിക്കല്ലാതെ വേറെ ഒരു പരിഹാരവും ഇല്ലെന്നാ ഇദ്ദേഹം അരുളിയത്. അത്രയും തൽക്കാലം വേണ്ട. പരികർമ്മി അർത്ഥം വ്യാഖ്യാനിച്ചത് അല്പം കടന്നുപോയി. ക്ഷമിക്കണം. ഭാഷാർത്ഥം പ്രയോഗിക്കാൻ സന്ദർഭം കിട്ടിയതിന്റെ ആവേശത്തിൽ അങ്ങനെ. അത്രയ്ക്ക് ആവേശം വേണ്ട. പെട്ടെന്നുള്ള പുറത്താക്കൽ കൊണ്ട് ജാതകകാരൻ ചിലപ്പോ വയലന്റ് ആകും. അത് പലർക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് മയത്തിൽ ഒഴിവാക്കുന്നതല്ലേ ബുദ്ധി. അതല്ലെങ്കിലേ ആ കാർഗോടകന്റെ സ്വഭാവത്തിന് ചാടിക്കേറി വല്ല അതിക്രമം കാണിച്ചാ സർവ്വ കള്ളങ്ങളും പൊളിയും. കള്ളങ്ങളോ? സർവ്വ ബന്ധങ്ങളും. അത് ശരിയാ. എന്തായാലും തൽക്കാലം അവനിവിടെ നിന്നോട്ടെ. സാവധാനം ഒഴിവാക്കാം, അല്ലേ സ്വാമി? അതെ, തന്ത്രത്തിൽ അയാളെ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ദേവി ശരണം ശരണം. ആതിരയ്ക്ക് ജാതക പൊരുത്തം ഒരാൾ എത്തുമ്പോ നാം പറയാം. ഓ, എല്ലാം അവിടുത്തെ ഇഷ്ടം. എന്നാ ഞങ്ങള് സർവമംഗളങ്ങളും ഭവിക്കട്ടെ. മാമ്പള്ളി വരുന്നില്ലേ? ഓ, ദാ എത്തി സ്വാമി. എടോ, ഇയാൾ ഇത് ഏത് ഭാഷയാ പറഞ്ഞേ? അത് പഴയൊരു തമിഴ് പാട്ടിന്റെ വരികൾ തിരിച്ചിട്ടതാ. മമ്മദസ മമ്മദസ സമ്മതമാ. ഓ, സമ്മതമാ സമ്മതമാ. നിർത്തണ. കളി ഓവറാവരുത്. ആദ്യം വന്ന കാര്യം നടക്കട്ടെ, എന്നിട്ട് അവൻ ഡാൻസും കുത്തും.